അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നാരി ചങ്ങായിമാരെ, വയനാട് ചൂരൽമല മുണ്ടക്കായി പ്രളയം നടന്ന ഭൂമി കാണാൻ വേണ്ടിയിട്ട് പോയി കണ്ട് വല്ലാത്തൊരവസ്ഥയുടെ നമ്മളൊക്കെ മനസ്സ് കരുതിയിലും പ്രതീക്ഷിച്ചിലൊക്കെ അപ്പുറമായിട്ട് അവിടെ നടന്ന ദുരന്തം. 40ഓളം മയ്യത്തുകൾ ഇപ്പോഴും കുട്ടികളും മക്കളും വയസ്സായ ആൾക്കാരും ഉമ്മാരൊക്കെ ആ മണ്ണിൻ്റെ അടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം. എന്തായാലും വലിയ വലിയ പാറകളും മണ്ണുകളും മേലെ നിന്ന് ഇങ്ങോട്ട് ഒലിച്ച് വന്നിട്ട് അവിടെയുള്ള വീടുകളൊക്കെ കണ്ടാൽ ഇപ്പോഴും ആ വീട്ടിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിയിലുള്ള ഓരോ ആവശ്യ സാധനങ്ങൾ, കുട്ടികൾ കളിച്ചിരുന്ന ടോയ്സുകൾ, അങ്ങനെ തുടങ്ങിയിട്ടില്ല എല്ലാ സാധനങ്ങളും ആ പേരൻ്റെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുകയാണ്. നല്ല 2 നില വീട് നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങി നല്ല മഴയുള്ള സമയത്ത് കമ്പിളി പതുപ്പിൻ്റെ ഉള്ളിൽ പൊയച്ചു മൂടി കിടക്കുമല്ല, ആ മൂടുന്ന സമയത്ത് ഈ കല്ലും മണ്ണും മുള്ളൊക്കെ നമ്മളെ മുഖത്ത് കൊണ്ട് വന്നുള്ള അവസ്ഥ ആലോചിച്ചേക്കാണ്. പെട്ടെന്ന് നീക്കണ സമയത്ത് തൊട്ടിയിൽ കുട്ടി ഉണ്ടാവും, പള്ളിയിലുള്ള പെണ്ണുങ്ങളുണ്ടാവും, ഇമ്മാർ വാപ്പാർ ഇവരൊക്കെ ഈ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് മരിച്ചതിനൊരവസ്ഥ വല്ലാത്തൊരു രംഗാട്ട്. അവിടെ പോയി കണ്ടാൽ കുട്ടി എത്ര തുടച്ച് വൃത്തിയാക്കിയെന്ന കൊലായി ഡൈനിങ്ങളൊക്കെയാണ് ഈ കാലം ആ മണ്ണിൽ മൂടി കിടക്കുന്നത്. ആ ചുമരുമലൊക്കെ ആ കോലത്തിൽ മണ്ണുണ്ടെങ്കിൽ എത്ര മണ്ണും ചളിയും വന്നിട്ടുണ്ടാവും. എന്തായാലും ചങ്ങായിമാരെ, സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ആൽമാരയും ഷോക്കേസിലൊക്കെ സാധനങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. കിച്ചണൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം. കാരണം പാത്രങ്ങളൊക്കെ അതേമാതിരി രാത്രി ചോറൊക്കെ വെച്ചിട്ട് പാത്രങ്ങളൊക്കെ അതേമാതിരി വെച്ച് പോയതാണ്. ഈ കാര്യം കണ്ടില്ല, കസാല, കടുകിൻ്റെ കുപ്പി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ അനങ്ങാതെ ആ പാടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ചെറിയ 2-3 വീടിൻ്റെ ഒരു വീഡിയോസാണ് ഞാൻ എടുത്തുന്നത്. അതിനപ്പുറത്തേക്ക് മുണ്ടക്കായി എന്നൊരു സ്ഥലത്തേക്ക് ആളെ വിടണില്ല. ഈ റോഡ് നേരെ മുണ്ടക്കായി കാണാണ്ട് വിടൂല. അവിടെ ഏറ്റവും കൂടുതൽ ദുരന്തം നടന്നത് ആ സ്ഥലത്താണ്. എന്ത് രസമുള്ള സ്ഥലം എന്നറിയോ, പച്ചപ്പും മഞ്ഞും, ഒരു സ്വർഗരാജ്യം തന്നെ പറയാം. അവിടെയാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ചൂരൽമലയിലുള്ള ഓരോ വ്യക്തി നമ്മൾ പരിചയപ്പെടുമ്പോൾ ഓരോടൊക്കെ നമ്മൾ സുഖവീരങ്ങൾ ചോദിക്കുമ്പോഴേ കുടുംബത്തിൽ നിന്ന് 3 ആൾ മരിച്ച്, 4 ആൾ മരിച്ച്, ഇമ്മ മരിച്ച്, കുട്ടികൾ മരിച്ച്, കുടുംബത്തിൽ എല്ലാവരും പോയി, വീട് പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞ ആൾക്കാരെ മുഖത്ത് നോക്കി നമ്മൾ എന്ത് സമാധാനിപ്പിച്ചാൽ നമുക്ക് പറ്റുക. എന്തായാലും വല്ലാത്തൊരു രംഗാണ് ചങ്ങായിമാരെ. അവിടെയൊക്കെ പോയി കാണേണ്ട രംഗാണ്. അതൊക്കെ കണ്ടാൽ നമ്മളെ മനസ്സിലായി നമ്മളൊക്കെ എത്രേ സ്വർഗത്തിലാണ്. അപ്പം നമുക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ഈ ചെറിയ ബുദ്ധിമുട്ടൊന്നും ഒന്നുമില്ലാന്ന് തോന്നിപ്പോവും.